ഇതിനിടയിൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഇതിനിടയിൽ നേരത്തെ പറഞ്ഞതുപോലെ മറന്നുപോയ ഒരു കാര്യമാണ് CPM-ന്റെ LDF-ന്റെ വമ്പൻ തോൽവി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഈ തോൽവിയിൽ CPM-ന്റെ സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷമായ വിമർശനം ഉയർന്നു എന്നുള്ളതാണ്. സംഘടനാ തലത്തിലെ വീഴ്ചയാണ് ഈ തോൽവിക്ക് പിന്നിലെന്നാണ്. പിണറായി വിജയന് നേരിട്ടുള്ള വിമർശനത്തിന് ആരും തയ്യാറായില്ല ഇന്നലെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇന്ന് സംസ്ഥാന സമിതി തുടരുന്നുണ്ട്. അവിടെ പിണറായിക്കെതിരെ വിമർശനം ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷേ വെള്ളാപ്പള്ളി നടേശനോടുള്ള പിണറായി വിജയൻ്റെ സമീപനത്തിൽ വിമർശനമുണ്ടായി എന്നുള്ളതാണ്. കണ്ണൂരിലെ പാർട്ടിയിലെ പ്രശ്നവും അത് ഗൗരവത്തോടെ കണ്ടില്ല എന്നും പയ്യന്നൂരിലെ തളിപ്പറമ്പിലെയും വീഴ്ചകൾ സംഭവിച്ചുവെന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട്. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, ഇപ്പോൾ സ്വയം വിമർശനമാണ്, നേരത്തെ തിരിച്ചറിയാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ CPM-ലെ നേതാക്കൾ തുറന്നു പറയുന്നു എന്ന് വേണമെങ്കിൽ കാണാം, അല്ലേ? തീർച്ചയായിട്ടും അതിരൂക്ഷമായ വിമർശനം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലുണ്ടായി. അത് സ്വയം വിമർശനവുമുണ്ട്, പാർട്ടിക്കെതിരായ നേതാക്കൾക്കെതിരായ അതിശക്തമായ വിമർശനവുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വിമർശനം സെക്രട്ടേറിയറ്റ് തന്നെ ഉയർന്നിരുന്നു. ഇന്നലെ ഏറ്റവും പ്രധാനമായി ഉയർന്നത് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വച്ച റിപ്പോർട്ട് സർക്കാരിന്റെ വീഴ്ചയല്ല, സർക്കാരിന്റെ വികാരമല്ല ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നുള്ളതാണ്. പാർട്ടിയുടെ വീഴ്ചയാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. സംഘടനാ തലത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി. ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തു നിന്ന് അകന്നത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വെള്ളാപ്പള്ളിയോടുള്ള പിണറായിയുടെ സമീപനത്തിലും വലിയ വിമർശനമാണ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരുന്നത്. വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിയും പാർട്ടിയും തള്ളിപ്പറയാതിരുന്നത് ന്യൂനപക്ഷങ്ങളെ അകറ്റാൻ കാരണമായി. കണ്ണൂരിലെ പാർട്ടിയുടെ കലാപം ഗൗരവത്തോടെ കാണണം. അവിടെ അണികൾ മാത്രമല്ല, അംഗങ്ങൾ പോലും പാർട്ടിയിൽ നിന്ന് അകന്നുപോയി എന്ന വിമർശനമാണ് ഉയർന്നു വന്നത്. ഈ ഇത്തരത്തിലുയർന്ന വിമർശനങ്ങൾക്കൊക്കെ ഇന്ന് സംസ്ഥാന നേതൃത്വം മറുപടി പറയും. മാത്രമല്ല, ഈ PK ശ്യാമളയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ കൂടിയ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. മധുസൂദനെതിരായ ആരോപണങ്ങൾ ഗുരുതരമായിരുന്നു. അവിടെ മറ്റൊരാളെ പരിഗണിക്കാമായിരുന്നു. പാർട്ടിയിൽ വേണ്ടത് അടിമുടി തിരുത്തലാണ്. അത് ചർച്ച ചെയ്യാൻ ലീനം വിളിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നു. CPI നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഈ നേതൃയോഗങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം CPI പൂർണ്ണമായും മുഖ്യമന്ത്രിയും സർക്കാരിനും തള്ളിപ്പറയുന്ന ചർച്ചകളാണ് CPI ഉയർന്നു വന്നത്. ആ കാര്യങ്ങൾ ആ രീതിയിലല്ല കാണേണ്ടിയിരുന്നത്. PMC വിവാദത്തിലടക്കം CPIയുടെ സമീപനം തെറ്റായിരുന്നു. വികലമായ രാഷ്ട്രീയ കൗശലമാണ് CPI നേതൃത്വം പ്രകടിപ്പിച്ചതെന്നാണ് ഒരു സംസ്ഥാന സമിതി അംഗം പറഞ്ഞത്. BJP ഡീൽ എന്ന ആക്ഷേപത്തിന് ശക്തി പകരാൻ ഈ PMC വിവാദത്തിൽ CPI നിലപാടുകൾ വഴിവെച്ചുവെന്നും വിമർശനം ഉയർന്നു. കേരള പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.